നമ്മുടെ വീടിന്റെ പിറകുവശത്തായ ഒരു തറവാടാണ്. കഴിഞ്ഞ ദിവസം രാത്രി തറവാട്ടിൽ തെയ്യം ഉണ്ടായിരുന്നു. അത് കാണാൻ പോയതാണ്. നല്ല ഭംഗിയുള്ള ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ശരിക്കും തെയ്യമൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ തൊണ്ടച്ചൻ തെയ്യമുണ്ട്. ആക്ച്വലി നമ്മുടെ നാട്ടിലുള്ള തൊണ്ടച്ചൻ തെയ്യം ഇവിടെയുള്ള തെയ്യം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയുള്ളത് കണ്ടിട്ടില്ല. അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുട്ടികളെല്ലാം ഉറങ്ങിപ്പോയി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ ഫസ്റ്റ് തിങ് ഐ ഡിഡ്, ഐ പ്രേഡ്. ജസ്റ്റ് ആസ്ക് ഗോഡ്, ഇന്നൊരു നല്ല ദിവസം ആക്കണേ. ലെറ്റ് ദിസ് ഡേ ബി കൈൻഡ് ടു അസ്. എപ്പോഴും പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് മനസ്സിനൊരു പോസിറ്റീവ് എനർജിയാണ്. ഇനി നേരെ അടുക്കളയിലേക്ക്. ഇന്നലെ അരച്ചു വെച്ച ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു. സോ ഇന്നത്തേക്ക് ഞാൻ അത് തന്നെ എടുത്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ്. ദോശ ചുടുന്നതിന് മുൻപ് തന്നെ ഓയിൽ ബോട്ടിൽ ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെച്ചു. അപ്പക്കല്ല് ചൂടായി മാവൊഴിച്ചു. പക്ഷെ ദോശ ശരിക്കും വരുന്നില്ല, കല്ലിൽ ഒട്ടിപ്പിടിക്കുന്നു. ഇതിനൊരു സൂപ്പർ ടിപ്പ് ഉണ്ട്. ദോശക്കല്ലിൽ നിന്നും ദോശ വിട്ടു വരുന്നില്ലെങ്കിൽ ഒരു മുട്ട എടുത്ത് ഒരു ഓംലേറ്റ് ഉണ്ടാക്കിയാൽ മതി. കണ്ടോ? ഇനി ദോശമാവ് ഒഴിച്ചു നോക്കൂ. ദോശ നല്ല ക്ലീൻ ആയിട്ട് ഇളകി വരും. ഇതൊക്കെ ആകുമ്പോൾ കൂടെ സൈഡിൽ ഞാൻ ചായ റെഡിയാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുക്കിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 9th 10th സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെയാണ്. കുക്കിംഗ് എനിക്ക് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സിമ്പിളാണ്, എഫേർട്ട് ഇല്ല എന്നല്ല, പക്ഷെ ലൈഫിൽ ഇതൊരു ബേസിക് സ്കില്ല് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഡ്യൂക്കേഷൻ, കരിയർ പോലെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം. ഞാൻ കുക്കിംഗ് പഠിച്ചത് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടൊന്നല്ല. അമ്മ സിക്കായിരുന്ന ഡേയ്സിൽ ഫുഡിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത ടൈം ഉണ്ടായിരുന്നു. അപ്പം അച്ഛനാണ് പറഞ്ഞത്, കുക്കിംഗ് എന്തായാലും പഠിക്കണം, നോട്ട് ജസ്റ്റ് ഫോർ ഫാമിലി ബട്ട് ഫോർ സർവൈവൽ. ഇത് സത്യമാണ്. കരിയർ, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുക്കിംഗ് അറിയില്ലെങ്കിൽ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ലൈഫിൽ കുക്കിങ്ങും എഡ്യൂക്കേഷനും കരിയറും എല്ലാം സെയിം പ്രയോറിറ്റിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് വരാം. കുട്ടികൾക്ക് എപ്പോഴും കുട്ടി കുട്ടി ദോശകളാണ് ഇഷ്ടം. അതുകൊണ്ട് അവർക്ക് കുഞ്ഞു കുഞ്ഞു ദോശകൾ ഉണ്ടാക്കി കൊടുത്തു. ആദ്യം അമ്പാടിക്കാണ് കൊടുത്തത്, പിന്നെ ജാനി. സ്വല്പം തേനും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഫ്രെയിമിൽ ഇതാ രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. ഈ ഒരു സമയമാണ് ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്യുന്ന സമയം. നല്ല മുളകിട്ട കറ്റ്ലയാണ്, മീൻ കറിയും നീർദോശയും ഒരു ഓംലെറ്റും. അടിപൊളി കോംബോ അല്ലേ? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഹബ്ബി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാനും ജാനും അമ്പാടിയും കൂടെ കുറച്ച് സമയം കളിച്ചു, സംസാരിച്ചു. ഇഗ്നോർ അവർ മെസ്സി ബാക്ക്ഗ്രൗണ്ട് വാൾ, ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അമ്പാടി. ക്രയോൺ കൊണ്ട് വീട്ടിലെ എല്ലാ വാളും കളർ ചെയ്ത് മാസ്റ്റർ പീസ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുട്ടാട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഏട്ടൻ്റെ ലാപ്ടോപ്പ് വന്നത്. കമ്പനി തന്നെ കൊടുത്തയച്ചതാണ്. ഹി വാസ് സോ എക്സൈറ്റഡ് ടു ഓപ്പൺ ഇറ്റ് like a small boy with a new toy. That excitement was cute to watch. ഓപ്പൺ ചെയ്തു. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഹാവ് സം കംപ്ലൈൻറ്റ്. ഇതിൻ്റെയൊക്കെ ഇടയിൽ അമ്പാടി അവൻ്റെ ഫ്രണ്ടുമായിട്ട് തറവാട്ടിലേക്ക് പോയി. ഓണസ്റ്റ്ലി എനിക്ക് ലിറ്റിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. പെർമിഷൻ ചോദിച്ചിട്ട് പോകുന്നതൊന്നുമല്ല, ഒറ്റ ഓട്ടം. പിന്നെ അതുപോലെ ഓടി തിരിച്ചും വരും. പക്ഷെ വളരെ അടുത്താണ്. സോ ഞാൻ മൈൻഡ് കാമാക്കി. കുറച്ച് കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നു. അവൻ്റെ കയ്യിൽ ഒരു ടോയും ഉണ്ട്. വെരി പ്രൗഡ് ഫേസ്. ദെൻ ക്യാഷിൽ പറഞ്ഞു, അമ്മ അച്ഛൻ്റെ പേഴ്സിൽ നിന്ന് ക്യാഷ് എടുത്ത് വാങ്ങിയതാണ്. എനിക്കാദ്യം ദേഷ്യം വന്നു. ഞാൻ എന്താ അവനോട് പറയേണ്ടതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഞാൻ എൻ്റെ മൈൻഡിനെ ഒന്ന് കാമാക്കി. പിന്നെ ഫുൾ ലെക്ചർ തുടങ്ങി. മോനെ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, മോനെ അങ്ങനെ ബിഹേവ് ചെയ്യണം. അവനൊക്കെ കേട്ട് തലയൊക്കെ ആട്ടി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവനെന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന്. അങ്ങനെ എൻ്റെ മൈൻഡ് ആകെ ഡൗൺ ആയിരുന്നു.
ആഫ്റ്റർ ദാറ്റ് ഐ ടുക്ക് എ ക്യുക്ക് ബാത്ത്. ഞാൻ താഴെ വരുമ്പോഴേക്കും അമ്പാടി അവൻ വാങ്ങിയ ടോയും കൊണ്ട് ഭയങ്കര പ്രൗഡായിട്ട് കളിക്കുകയാണ്. ലൈക്ക് നത്തിങ് ഹാപ്പൻഡ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അങ്കക്കുളങ്ങര ഭഗവതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വൈബ് തന്നെയാണ്. ദാറ്റ് എനർജി, ഒരുപാട് ഡിവൈൻ ഫീലിംഗ്. തെയ്യം ഇറങ്ങുന്ന സമയത്ത് സ്പെഷ്യൽ ഫീലിംഗ് ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് വെനെവർ വി ഗോ ദർ ഈസ് എ കാം. ചെണ്ടയുടെ ശബ്ദം, വിളക്കുകളുടെ വെളിച്ചം, പീപ്പിൾ സ്റ്റാൻഡിങ് ക്വയറ്റ്ലി. വി ഓൾസോ ജസ്റ്റ് ഡു ദർ. നോ ബിഗ് പ്രേയേഴ്സ്, നോ ലോങ് വിഷസ്, ജസ്റ്റ് സ്റ്റാൻഡിങ്, വാച്ചിങ്, ഫീലിംഗ്. Sometimes that's enough. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ഇരുന്ന് നല്ല ചൂടുള്ള ചോറും കറിയൊക്കെ കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ട് വി ഡിഡ്ന്റ് റഷ് ബാക്ക്, ജസ്റ്റ് സാറ്റ് ദർ ഫോർ സം ടൈം. ദെൻ തെയ്യം പരദേവത സ്റ്റാർട്ടഡ്. The steps, the rhythm, that energy. Kids also watching quietly. Everyone just observing. അങ്ങനെ പരദേവതയും കണ്ടു കഴിഞ്ഞപ്പോൾ ഈവനിങ് ഒക്കെ ആയി. വി സ്ലോലി കെയിം ബാക്ക് ഹോം. ഓൺ ദ വേ ബാക്ക് നമ്മളെല്ലാവരും കൂടി ഐസ്ക്രീം വാങ്ങി. കിഡ്സ് ഹാപ്പി. ദിസ് ഇസ് എ ജസ്റ്റ് സിമ്പിൾ തെയ്യൻ്റെ വ്ളോഗ്. അന്നപ്രസാദം, ഫാമിലി ടൈം ആൻഡ് ദാറ്റ് കാം ഫീലിംഗ്. Some days are not loud, but they stay with you. Thank you for watching.